മലപ്പുറം ടു മേഘമല എങ്ങനെ പോവാം, ഏതു വഴി പോവാം എന്നാണ് ഈ പറയുന്നത്. എത്രത്തോളം മലയാളികൾ അവിടെ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ അതൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. മലപ്പുറത്ത് നിന്ന് പോകുമ്പോൾ ഏറ്റവും എളുപ്പം പാലക്കാട് വഴി പൊള്ളാച്ചി, തേനിയിൽ നിന്ന് മേഘമല, അതാണ് അങ്ങോട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. ഊട്ടി, കൊടൈക്കനാൽ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളുടെ കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു സ്ഥലമാണ് മേഘമല. മറ്റുള്ള എല്ലാ ഹിൽ സ്റ്റേഷനുകളിലേക്കും പോകുന്നത് പോലെ തന്നെ ഒരു ചുരം കയറിയിട്ട് വേണം അങ്ങോട്ട് എത്തിപ്പെടാൻ. ചുരം തുടങ്ങുന്നതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് നമുക്ക് പ്രവേശനം ലഭിക്കുക. തേനിയിൽ നിന്ന് 53 കിലോമീറ്റർ ദൂരമാണ് മേഘമലയിലേക്ക് എത്തിച്ചേരാനുള്ള ദൂരം. അതുകൊണ്ട് തന്നെ വാഹനത്തിലേക്കുള്ള ഇന്ധനം തേനിയിൽ നിന്ന് തന്നെ ഫിൽ ചെയ്തു വെക്കേണ്ടതാണ്. മേഘമലയിൽ പെട്രോൾ അടിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അവിടെ താമസത്തിനുള്ള സൗകര്യം ഒരു പഞ്ചായത്തിൻ്റെ ഗസ്റ്റ് ഹൗസ് മാത്രമാണുള്ളത്. അതും മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ. പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. മേഘമല എന്ന് ടൈപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷനിലേക്കല്ല എത്തിപ്പെടുക. ഹൈവേസ് എന്നാണ് നമ്മൾ ലൊക്കേഷനായിട്ട് ടൈപ്പ് ചെയ്യേണ്ടത്. മേഘമലയിൽ ഊട്ടിയിലെയോ കൊടൈക്കനാലിലെയോ പോലെ കൂടുതൽ സ്പോട്ടുകളൊന്നും വിസിറ്റ് ചെയ്യാനില്ല. അവിടുത്തെ നല്ല കാലാവസ്ഥയും നല്ല ശാന്തമായ പ്രകൃതിയും, അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. ബൈക്ക് റൈഡേഴ്സിന് യാത്ര വളരെയധികം ആസ്വദിക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല റോഡുകളാണ് അവിടെ ഉള്ളത്. പച്ചപ്പിനാൽ അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന വഴികളിലൂടെ നമുക്ക് തണുത്ത കാലാവസ്ഥയും ആസ്വദിച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം യാത്ര ചെയ്യാം. പ്രകൃതിയെയും യാത്രയെയും ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം സൂട്ടബിളായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് മേഘമല തോന്നിയിട്ടുള്ളത്. സുഹൃത്തുക്കളുടെയോ ഫാമിലിയുടെയോ കൂടെ ഒരു വീക്കെൻഡ് പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന് ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെയുള്ള ഭക്ഷണത്തിൻ്റെ സൗകര്യവും വളരെ ലിമിറ്റഡാണ്. ചെറിയ 2 ഹോട്ടലുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ എത്തിച്ചേരുമ്പോൾ തന്നെ ഉച്ച സമയത്തേക്കുള്ള ഭക്ഷണം മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതായിട്ടും വരും. മേഘമലയിലെ ആകെയുള്ള ഒരു അട്രാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് അവിടെയുള്ളൊരു വ്യൂ പോയിൻ്റാണ്. അതും ലൊക്കേറ്റ് ചെയ്യുന്നത് മേഘമലയിലെ റോഡിൻ്റെ ഏറ്റവും അവസാന ഭാഗത്താണ്. അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടന്നാൽ നമ്മൾ വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങോട്ട് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഒരു 30 രൂപയുടെ ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അവിടുന്ന് നമ്മൾക്ക് കിട്ടാനുള്ളത് പർവ്വത മുകളിൽ നിന്നുള്ള തേനിയുടെ ഒരു ഏരിയൽ വ്യൂ ആണ്. മനോഹരമായ കാഴ്ച. ശാന്തിയും സമാധാനവും ആഗ്രഹിക്കുന്നവർക്ക് എത്ര ഇരുന്നാലും മടുപ്പ് തോന്നിക്കാത്ത ഒരു സ്ഥലം.